ഹലോ ഗൈസ്, ലീഡിംഗ് ലേഡീസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യലായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് ആ വ്യക്തി. നമുക്ക് ഡയറക്റ്റ് ആ വ്യക്തിയെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം. വെൽക്കം ഗാർഗി, ലീഡിംഗ് ലേഡീസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലും എഴുത്തുകാരി എന്നുള്ള രീതിയിലും അറിയപ്പെടുന്ന ഗാർഗി യഥാർത്ഥത്തിൽ എന്താണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്? ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെമിനിസം എന്നല്ല, മീൻസ് ഫെമിനിസം ഒരുപാട് ഫെമിനിസംസ് ആണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ഫെമിനിസം. അതിന്റെ ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പെട്രിയാർക്കി അഥവാ തന്തവാഴ്ച എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഒരു അധികാര ഘടനയായിട്ട് സ്ത്രീകളെയും മറ്റുള്ളവരെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ നിലവിലുണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് നമ്മൾ അതിനെയാണ് ജനറലി ഫെമിനിസംസ് എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആണ് ആണെന്നല്ല തന്ത, അതായത് പിതാവ്, ഈ ആൾക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ സ്വത്ത് എന്ത് ചെയ്യണം തീരുമാനിക്കുന്ന അയാളാണ്. കുടുംബത്തിലെ സ്ത്രീകള്, കുട്ടികള്, വയസ്സായവരൊക്കെ എങ്ങനെ ജീവിക്കണം തീരുമാനിക്കുന്ന അയാളാണ്. ആ ഇത് ഈ ഒരു അധികാര വ്യവസ്ഥയെ അത് പക്ഷെ നമ്മളിപ്പോ എളുപ്പത്തിൽ പറയുന്ന പോലെയല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ജനിക്കുന്ന ദിവസം മുതൽ അയാൾ അനുഭവിച്ചു വരുന്ന, അയാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു അധികാര ഘടനയാണ് ഈ തന്തവാഴ്ച. അപ്പം നമ്മള് ഫെമിനിസംസ് എന്ന് പറയുമ്പം പല പല സാഹചര്യങ്ങളിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പേട്രിയാർക്കിയെ കുറിച്ച് നടക്കുന്ന ചർച്ചകളുണ്ട്. ഇപ്പം ദളിത് സാഹചര്യങ്ങളിൽ വരുന്ന സ്ത്രീകള് അനുഭവിക്കുന്ന പേട്രിയാർക്കിയെ കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് പേര്, അവര് ദളിത് ഫെമിനിസ്റ്റുകളാണ്. ഇസ്ലാമിക സാഹചര്യത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പേട്രിയാർക്കിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ഫെമിനിസ്റ്റുകളാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് തരം ഫെമിനിസംസ് ഉണ്ട്. മാർക്സിസ്റ്റ് ഫെമിനിസം. അങ്ങനെ ഈ ആഹ് എളുപ്പം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത, എന്നാല് നമ്മളെല്ലാവരും പല രീതിയിൽ അനുഭവിക്കുന്ന ഒരു അധികാര ഘടനയായ പേട്രിയാർക്കിയെ കുറിച്ചാണ് ഫെമിനിസംസ് ജനറലി സംസാരിക്കുന്നത്. ഞാൻ എന്നെ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കിംബർലി ക്രെൻഷോ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് അമേരിക്കൻ ഫെമിനിസ്റ്റ് ആണ് ഈ ഒരു രാഷ്ട്രീയ ആശയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ ഒരു സമൂഹത്തില് പേട്രിയാർക്കി എന്ന് പറയുന്ന ഒരു അധികാര ഘടന മാത്രമല്ല ഉള്ളത്. ഇവിടെ ജാതീയതയുണ്ട് ഒരു അധികാര ഘടനയായിട്ട്. ഇവിടെ വർഗമുണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, അതുപോലെ തന്നെ റേസിസം ഉണ്ട്, ഏബിളിസം ഉണ്ട്, അതായത് ഡിസേബിൾ കമ്മ്യൂണിറ്റീസ് അനുഭവിക്കുന്ന വിവേചനങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം ചേർന്ന ഒരു വ്യവസ്ഥയാണിത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിവേചനമല്ല ഒരു മനുഷ്യൻ ജീവിച്ചു വരുമ്പോൾ അയാൾ അനുഭവിക്കുന്നത്. അയാള് സ്ത്രീയായിട്ട് ഉള്ളതിന്റെ വിവേചനങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ദളിത് സ്ത്രീ ആണെങ്കിൽ ദളിതായിരിക്കുന്നതിന്റെയും വിവേചനങ്ങൾ അനുഭവിക്കും. അതുപോലെ അവരുടെ സ്കിൻ കളറിനനുസരിച്ചിട്ടുള്ള വിവേചനങ്ങൾ. ഇങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ 1+1 എന്നുള്ള രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതിലും എത്രയോ തീക്ഷ്ണവും എത്രയോ നമ്മൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒപ്രഷൻസ് അനുഭവിക്കുന്നവരുമാണ് അവരൊക്കെ. അപ്പം ഈ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിച്ച ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും അനുഭവിച്ച ഒപ്രഷന്റെ സ്ഥലത്ത് നിന്ന് നമ്മളെക്കാൾ ഒപ്രസ്ഡ് ആയ ആളുകളെ, പവർ കുറഞ്ഞ ആളുകളെ, അവരെ മനസ്സിലാക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും, നമ്മളെക്കാൾ പ്രിവിലേജ്ഡ് ആയ ആൾക്കാർ എങ്ങനെ അവരുടെ പവർ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യും എന്നുള്ളതിൽ ഒക്കെ ഇടപെടാനും ഒക്കെ ഉള്ള അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ സ്ഥലമാണ് ഞാൻ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു
ബുക്കാണ്. പിന്നെ അത് 2014 പബ്ലിഷ് ഉം. ചെയ്തത്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു നോവല് 2024 10 കൊല്ലത്തിന് ശേഷം ഉം. പബ്ലിഷ് ചെയ്തു. ശരി. ഇത് ആക്ച്വലി കുറച്ചും കൂടി അഡൾട്ട്, ഒരു സ്ത്രീ ആയതിനു ശേഷം ആഹ് എൻ്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ നോവലാണ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ വിശദീകരിക്കോ? അതായത് എനിക്കൊരു 26 ഇയേഴ്സ് ആയ സമയത്ത് ഒരു ഗർഭധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉം. ഭയങ്കര ഒരു എന്താ പറയാ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, ഞാൻ ചത്തുപോയേക്കാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉം. ഉണ്ടായിരുന്നു. ഒരു ഞാൻ 7 മന്ത്സ് പ്രഗ്നന്റ് ആയപ്പം എക്ലാംസിയ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ആ കുട്ടി പോയത്. അപ്പം ഈ എക്ലാംസിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത് അൺകെയർഡ് പ്രഗ്നൻസിയിലാണ്. ഉം. ഞാൻ സത്യത്തില് കുട്ടിക്ക് 5 മാസം ആയിരിക്കുന്നവരെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അത്രയും ലോസ്റ്റും വേറെ സൈക്കോളജിക്കലിയൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്താണ് ഇതിന്റെ ബോഡിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 7th മന്ത് ആയപ്പോഴത്തേക്ക് പ്രഷർ ഭയങ്കര ഹൈ ആയി. ഉം. ഇതെല്ലാം കൂടി ഞാൻ അറിഞ്ഞതിന് ശേഷം എനിക്ക് ഇത് എന്റെ വീട്ടുകാരോട് പറയാൻ പറ്റില്ല. എനിക്ക് എന്നെ പ്രഗ്നന്റ് ആക്കിയ ആളോട് തീരെയും പറയാൻ പറ്റുന്നില്ല. ഉം. അയാളെ അയാളോട് സംസാരിക്കുന്ന ആലോചിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ട് അവസാനം എൻ്റെ ബോഡി റെസ്പോണ്ട് ചെയ്തതാണ് കുട്ടീനെ റിജക്ട് ചെയ്യാന്നുള്ള ഒരു സാധനം. അപ്പോ ആഹ് അന്ന് പറഞ്ഞത് 97% സ്ത്രീകളും ഈ പ്രോസസ്സിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ചത്തുപോകും എന്നുള്ള കാര്യമാണ് അന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് റിക്കവറായി വരുമെന്നൊരു ഉം. റീബർത്ത് പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അത് കുറേ ട്രോമാറ്റിക് ആയിട്ടുള്ള ഓർമ്മകൾ എനിക്ക് അത് തരികയും പിന്നീട് ഈ എൻ്റെ സെൽഫ് വർത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഓർമ്മകളിലും ഉം. ഈ ഒരു എക്സ്പീരിയൻസിലൂടെയും വളരെ സത്യസന്ധമായി കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് എഴുതുന്നത്. കാരണം എനിക്ക് എഴുതിയിട്ട് എൻ്റെ സിസ്റ്റം കളയാനുള്ളത്. ഉം. പക്ഷെ ഇത് അതാണ് ഇതിന്റെ ഏറ്റവും ഇൻസ്പിറേഷൻ അതാണ്. പക്ഷെ ആം, ഇതിനകത്ത് അപ്പം 7 മാസമുള്ള ആ കുട്ടി മരിച്ചത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ഇതിനകത്ത്. അപ്പം മരിക്കാൻ കാരണക്കാരായിട്ട് ഇപ്പം ഡിറ്റക്റ്റീവ് നോവലിന്റെ ഫോർമാറ്റിലാണ്. ഉം. അപ്പൊ മരിക്കാൻ കാരണക്കാരായിട്ട് നമ്മൾ സാധാരണ പറയുന്നത് കാമുകനായിരുന്നു, അല്ലെങ്കിൽ വീട്ടുകാരായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യരെയാണല്ലോ നമ്മൾ എപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ പ്രോബബിൾ കൊലപാതകികളായിട്ട് വെച്ചിരിക്കുന്നത് ചരിത്രത്തെയാണ്, പിന്നെ ആ നഗരത്തെയാണ്, അവർ ജനിച്ചു വളർന്ന ഗ്രാമത്തെയാണ്. അങ്ങനെ പല പല സ്ഥലങ്ങളെയും പല പല ചരിത്ര സന്ദർഭങ്ങളെയും ഒക്കെ പ്രതി ചേർത്തിട്ടാണ് ഞാൻ, കാരണം ഉം. ഞാൻ ഇതൊരു സിംഗുലർ ഇൻസിഡന്റ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപാട് ചരിത്രത്തിന്റെയും നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും ഒക്കെ ഒരു ഉം. കോമ്പിനേഷൻ ആണ് ആ മരണം എന്ന് പറയുന്നത്. ഇതാണ് ആ നോവൽ. അൺവൈൻഡിങ് എ ഡെത്ത് സ്പൈറൽ എന്ന് പറഞ്ഞിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. നമ്മുടെ വനജ കളക്റ്റീവിന്റെ കോ-ഫൗണ്ടർ ആയിട്ടും കൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗാർഗി. വനജയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് കൂടെ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയോ? ഉം. ആം, വനജ കളക്റ്റീവ് എന്താ പറയാ, ഒരു ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. ആം, എന്താ പറയാ, ചരിത്രപരമായിട്ട് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് പലതരം സർവീസുകൾ ഓഫർ ചെയ്യുന്ന ഒരു സംഘടനയാണ് വനജ കളക്റ്റീവ്. അങ്ങനെ ഒരു സംഘടനയിലേക്ക് നമ്മൾ എത്തുന്നത് 2020 ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അവര് ബൈസെക്ഷൽ ആയിരുന്നു. അവര് എന്താ പറയാ, അവര് 2020 മെയ്യില് ഗോവയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങള്, അവര് സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ കണ്ടുമുട്ടുമ്പോൾ തന്നെ. പക്ഷെ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ആഹ് എനിക്ക് തോന്നിയത് ആ കുട്ടി ആം, ഒരു കൺവേർഷൻ തെറാപ്പിയിലൂടെ കടന്നുപോയിരുന്നു. ഈ കുട്ടി ബൈസെക്ഷൽ ആണെന്ന് ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്യുകയും അതിനുശേഷം ഈ കുട്ടിയുടെ വീട്ടുകാരെ ഈ കുട്ടിയെ ആഹ്, ഹിന്ദു ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ നിന്ന് ആൾക്കാര് ഈ കുട്ടീനെ ആം, എന്താ പറയാ, ഒരു ആംബുലൻസിൽ കയറ്റിയിട്ട് കേരളത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ആഹ്, കോയമ്പത്തൂർ ഒരു ഡോക്ടറെ അടുത്ത്, പിന്നെ
കേരളത്തില് വേറെ 2 സ്ഥലങ്ങളിലൊക്കെ ചികിത്സിച്ചു. ഈ ചോദിക്കുന്നത് കുട്ടി ബൈസെക്ഷൽ ആണെന്ന് ഉറപ്പാണോ? ഫെമിനിസ്റ്റ് ആണെന്ന് ഉറപ്പാണോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. ആദ്യം അയാൾ അടിച്ചു വീഴ്ത്തുന്നതിനെ കുറിച്ചൊക്കെ അവളുടെ ഫേസ്ബുക്ക് ലൈവില് പറയുന്നുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ആഹ് എന്താ പറയാ കോഴിക്കോടുന്ന് കുറച്ച് ദിവസം റിലാക്സ് ചെയ്യാന്നുള്ള പ്ലാനിൽ ഗോവയിലേക്ക് എത്തിപ്പെടുകയും പിന്നെ ആ സമയത്ത് കൊറോണയുടെ ഫസ്റ്റ് ഉം. ലോക്ക്ഡൗൺ വരികയും ആ സമയത്ത് തിരിച്ചു വരാൻ പറ്റാത്തതിന്റെയും പിന്നെ ഈ അവർക്ക് കറക്റ്റ് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അവർ അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ലോക്ക്ഡൗണിന്റെ സമയത്ത് അത് അവൈലബിളും ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ആം, സംസാരിക്കും. ഇതൊക്കെ എന്റെ ഉത്തരവാദിത്വം എന്നുള്ള ഉം. രീതിയിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പിന്നെ അതിനെക്കുറിച്ച് വിശദമായി വേറെ പറയാം. ഉം. പക്ഷെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് എന്റെ കൂടെ വന്നത്. നമുക്ക് ഒരുമിച്ച് ഇനി ഒറ്റയ്ക്ക് ഇത് ഡീൽ ചെയ്യണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ഡീൽ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മള് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഘടനയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആം, അങ്ങനെയാണ് നമ്മൾ വനിജ കളക്റ്റീവ് ഫോം ചെയ്യുന്നത്. അപ്പം 2 ഐഡിയാസ് ഉണ്ട്. വനിജ കളക്റ്റീവ് എന്നുള്ള 2 വാക്കുകളിൽ 2 തരം ആശയങ്ങളുണ്ട്. ഒന്ന് വനജ എന്ന് പറയുമ്പം ആ, എന്താ പറയാ കാട്ടിൽ നിന്നുണ്ടായവൾ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു മനോഹരമായ ഒരു അർത്ഥം ആ വാക്കിനുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവിടെ എന്താ പറയാ എല്ലാവർക്കും ഒരു വനജേച്ചിനെ പരിചയം ഉണ്ടാവും. അതാണ് നമ്മളന്ന് ഉം. ആലോചിച്ചത്. വളരെ കോമൺ ആയിട്ടുള്ള വളരെ എന്താ പറയാ ആഹ് ഒരു എലീറ്റ് അല്ലാത്തൊരു പേര് വേണം. ഉം. അപ്പം ഒരുപാട് കാലത്ത് എന്താണ് ടോക്കീസിന്റെയും ബാറിന്റെയും ബസ്സിന്റെയും ഒക്കെ പേരായിരുന്നു വനജ എന്ന് ഉം. പറഞ്ഞാൽ. അപ്പൊ എല്ലാവർക്കും അറിയാം അതൊരു വലിയ ഉം. അപ്പം ഞങ്ങളോട് പറയുന്ന ആളോട് പറയുന്നത് ആ ടോക്കീസ് പോലെ തന്നെയാണ് അല്ലെങ്കിൽ ബാറ് പോലെ തന്നെയാണ്. നമ്മളിങ്ങനെ വലിയൊരു സംഭവം എന്നുള്ള രീതിയിലല്ല എല്ലാവർക്കും വന്ന് ഉം. പോകാവുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് വനജ എന്നുള്ള പേരിട്ടത്. പിന്നെ കലക്റ്റീവ് എന്ന് പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു ആം, നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിനകത്ത് നമ്മൾ സ്കൂളിൽ നിന്നാണെങ്കിലൊക്കെ ട്രെയിൻ ചെയ്യപ്പെടുന്നത് ആം, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വന്ന് ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില് എല്ലാവരെ കൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ഉം. ഇപ്പം അത് ഒരു പ്രത്യേക രീതിയിലാണ് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ കലക്റ്റീവ് എന്ന് പറയുന്നത് ആ വർക്കിനെ ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കാണാം നമ്മള്. എനിക്ക് ഈ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഉം. അപ്പൊ ആ രസം തോന്നുന്ന വർക്ക് എന്താണ്? അത് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കലക്റ്റീവിലുള്ളത്. അങ്ങനെ പലർക്കും പല എക്സൈറ്റ്മെന്റ്സ് ഉണ്ടാവും. പലർക്കും പല രീതിയിലായിരിക്കും വനജ കളക്റ്റീവിന്റെ ഐഡിയയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യണമെന്നോ, ഒരേ രീതിയിൽ വർക്ക് ചെയ്യണമെന്നോ, ഒരേ കാര്യത്തിൽ വർക്ക് ചെയ്യണമെന്നോ അല്ല. അപ്പൊ ഈ കലക്റ്റീവായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കൊണ്ടാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു ആശയമാണ്. ഇത് ഒരു ഇൻഡിവിജ്വലിന്റെ സ്പേസ് അല്ല. ഇതൊരു കലക്റ്റീവ് സ്പേസ് ഉം. ആണ്. ഇൻഡിവിജ്വൽസിന് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിന് വേറെ വെന്യൂസ് ഉണ്ടാവും. കലക്റ്റീവില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ടവരുടെ കാര്യങ്ങൾ ഈ ആ ഒരു കലക്റ്റീവിന്റെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ഈ കുഞ്ഞു കലക്റ്റീവിന് ഉം. എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ഇവിടെ കൂട്ടമായി ഇരുന്ന് ആലോചിക്കുന്നത്. ഓക്കെ. ഏതൊക്കെ വിഭാഗങ്ങളാന്നുള്ളതൊന്നും കൂടെ പറയാമോ? നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾ, ക്യൂർ ആയിട്ടുള്ള മനുഷ്യര്, പിന്നെ ദളിത് ആദിവാസി കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യര്, ഉം. പിന്നെ ഡിസേബിൾ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യര്, ഉം. പിന്നെ റിലീജിയസ് മൈനോറിറ്റീസിൽ പെടുന്ന മനുഷ്യര് ആൻഡ് അതേഴ്സ് എന്നും പറയുന്നുണ്ട് ട്ടോ. അതായത് നമുക്കത് മൊത്തത്തിൽ പറയാൻ പറ്റും അതിനുള്ള ഉം. അധികാരം ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ഈ ആം, പക്ഷേ നമുക്കറിയാം ഇവിടെ പലതരത്തിലുള്ള ആ, ഉം. അധികാര വ്യവസ്ഥകൾ ഉണ്ടെന്നും അത് പല രീതിയിൽ പല മനുഷ്യരെ കാലങ്ങളായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരുമിച്ച് വന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ. നമ്മുടെ വനജ കളക്റ്റീവില് ഉം. വന്ന ഏതെങ്കിലും ഒരു ക്രൈസിസ് അതല്ലെങ്കിൽ ഒരു ഇടപെടലുകള് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ നടത്തിയത്?
ഞങ്ങള് നടത്തിയ പല ക്രൈസിസുകളുണ്ട്. അതില് പലതരത്തിലുള്ള ക്രൈസിസുകള് ഇപ്പം നമ്മള് 2 ക്രൈസിസിന് വേണ്ടിയിട്ടാണ് മീഡിയ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആദില നൂറിന്റെ ക്രൈസിസ്. അത് ഫസ്റ്റ് ഞങ്ങള് വനിത കളക്ടീവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉം. ചെയ്തിട്ടുള്ള ക്രൈസിസ് ആണ്. അത് കുറച്ച് ഇതേപോലെ മീഡിയ ശ്രദ്ധ ആകർഷിക്കുകയും ഉം. അങ്ങനെ എന്താ പറയാ മക്കള് ഭയങ്കര അടിപൊളിയായി ഉം. സെറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ഇന്റർവെൻഷൻ ആയിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ ആഹ് ഒരു സുമയ്യ അഫീഫ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കപ്പിളുടെ ഉം. ക്രൈസിസ് ആണ്. അതും ഇതുപോലെ അത് സത്യത്തില് ആദില നൂറിന്റെ ക്രൈസിസിനെക്കാട്ടിയും കുറച്ചും കൂടി ഇന്റൻസ് ഉം. ആയിട്ടുള്ള കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വീട് വീട്ടിൽ നിന്നായിരുന്നു. ഇതില് അഫീഫ എന്ന് പറയുന്ന ആളും കൺവേർഷൻ തെറാപ്പിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. നമുക്കത് കഴിഞ്ഞിട്ടേ അതിന് ഇടപെടാൻ പറ്റുള്ളൂ. അവരിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതാണ് മീഡിയയിൽ വന്നിട്ടുള്ള ക്രൈസിസ്. ഉം, മീഡിയയിൽ വന്നിട്ടുള്ള വേറൊരു ക്രൈസിസ് നമ്മുടെ പി.ജി. മനു എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ റേപ്പ് പുറത്തു കൊണ്ടുവരാനും അതിലെ സർവൈവർക്ക് നീതി കിട്ടുന്ന രീതിയിൽ വാർത്തയൊക്കെ ആക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അതല്ലാത്ത ഒരുപാട് ക്രൈസിസുകളിലുള്ള ആൾക്കാർ. കാരണം നമുക്കിത് മീഡിയയിൽ പോവാന്ന് പറയുന്നത് ഒരേ സമയം എക്സ്പോഷറും റിസ്ക്കും ഒക്കെയാണ്. പിന്നീട് ഇവരെ വഴിയിൽ ആൾക്കാർ കണ്ട് തിരിച്ചറിയാന്നുള്ളത് എല്ലാ കേസിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഇവിടെ വന്ന് എന്താ പറയാ വനജയിൽ വന്ന് ക്രൈസിസ് ആയിട്ട് വന്ന് കുറച്ചു കാലം എൻ്റെ കൂടെ നിന്ന് ഉം. കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയ മക്കളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മൾ ക്രൈസിസ് ഹാൻഡിൽ ചെയ്യുന്നവര്. ഒരു പ്രശ്നം നേരിടുന്ന ഒരാള് അയാൾക്ക് എങ്ങനെയാണ് വനജയെ സമീപിച്ച് നീതി ലഭിക്കുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുക? ആം, ഒരു പ്രശ്നം നേരിട്ട് വരുന്ന ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി എന്താണെങ്കിലും അവർ നേരിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അവർക്ക് നമ്മളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം. എങ്ങനെയാണെങ്കിലും അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസിസ് ടീം ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്ക് എന്ത് രീതിയിലാണ് ഇതിൽ ഇടപെടാൻ പറ്റുക എന്നുള്ളതും എന്ത് രീതിയിലാണ് ഈ ആളെ കൊണ്ട് ആം, ഏഹ്, ആളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിറ്റുവേഷനിൽ ആള് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാളോട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പം അയാൾക്ക് ഏറ്റവും അഡ്വൈസബിൾ. വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് ഉം. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ലൈക്ക് അയാളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും എടുത്തിട്ട് വേണം വരാന്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടി വരും. അതേപോലെ നമ്മളും ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അയാൾ അഡൾട്ട് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. അയാളുടെ ഐഡി കാർഡ് നമ്മൾ എന്തായാലും മേടിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഉം, നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് പോലീസും ജുഡീഷ്യറിയും ആണ്. അപ്പൊ ഉം. പോലീസ് ആണ് ഇങ്ങനെ ഒരുവിധ ആൾക്കാരെയൊക്കെ തിരിച്ച് അബ്യൂസീവ് ആയിട്ടുള്ള വീടുകളിൽ എത്തിക്കുന്നത്. ഉം. പോലീസ് പറയും അയ്യോ മോളെ വീട്ടുകാരല്ലേ. ഉം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതെ അതിലിടപെടാൻ അങ്ങനെ ഒരു സാഹചര്യം പോലീസ് ഇവരോട് ആ, എന്താ പറയാ നിയമപരമല്ലാത്ത രീതിയിൽ ഇവരെ തിരിച്ച് വീടുകളിലേക്ക് പറഞ്ഞയക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലാത്ത രീതിയിൽ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റും. അവരൊരു രീതിയിലും ഇയാളെ തിരിച്ച് അബ്യൂസീവായ സാഹചര്യത്തിൽ എത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ അന്വേഷിയായിട്ടും വേറെ എൻജിഒസ് ആയിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസം അവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് ജനിച്ചിട്ട് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് കുറച്ച് ദിവസം താമസിക്കാനും അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ജോലി എന്താണെന്ന് കണ്ടെത്താനും അങ്ങനെ മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉം. ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ നമുക്ക് കോഴിക്കോട് പല ജില്ലകളിലും നമ്മളുമായിട്ട് പ്രവർത്തിക്കുന്ന വക്കീലന്മാരുണ്ട്. ഹൈക്കോടതിയിൽ നമ്മളുടെ കേസുകൾ വാദിക്കുന്ന ഒരു 4 ഉം. പേരെങ്കിലും ഉണ്ട്. അപ്പം ആം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അപ്പം ഹേബിയസ് കോർപ്പസ് നമ്മൾ 2 തവണ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫണ്ട് നമ്മൾ തന്നെയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. ചില സമയത്ത് നമ്മൾ ഫണ്ട് റേസും ചെയ്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ തീരെ ഇല്ലാത്ത സമയത്ത് കേസ് നടത്താൻ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം ഒരാൾക്ക് എന്താ പറയാ
പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ആണ് ഏറ്റവും അധികം മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ഉള്ളത്. കാരണം കമ്മ്യൂണിറ്റി ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മെന്റൽ ഹെൽത്ത് അതെ. ക്രൈസിസ് ആണ്. സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത്, ക്യൂർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്, ദളിത് ആദിവാസിയായിട്ട് ജീവിക്കുക ഈ സമൂഹത്തിൽ എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് തന്നെയാണ്. അതൊരു ക്രൈസിസ് സിറ്റുവേഷൻ ഇൻ ഇറ്റ് സെൽഫ്. അപ്പം അങ്ങനെ ജനിച്ചു വളരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് എന്താ പറയാ മെന്റൽ ഹെൽത്ത് ക്രൈസിസുകൾ ഉണ്ടാവും. അവര് അവർക്കാണെങ്കിൽ റിസോഴ്സസും ഇല്ല. കയ്യിൽ പൈസ ഇല്ല. ഉം. ഏറ്റവും അധികം അൺറിസോഴ്സ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ കാര്യം മനസ്സിലാക്കുന്ന, ഇങ്ങനെ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളിൽ തന്നെ ഒരുപാട് ഒപ്രഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് ഓർഗനൈസേഷൻസ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എംഹാറ്റിലുള്ള കുറച്ച് കൗൺസിലേഴ്സ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സൈക്യാട്രിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നെറ്റ്വർക്ക് കുറച്ചും കൂടിയും വലുതാക്കാനുള്ള ഒരു ശ്രമവും ഉം. നടത്തുന്നുണ്ട്. എനിക്ക് തോന്നി ഇപ്പൊ ഒരുപാട് വ്യക്തികള് അവരുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കാനുള്ള സഹായത്തിന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതെ. അതെ. തീർച്ചയായിട്ടും ഇങ്ങനെ ഇരുളടഞ്ഞ് എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. ലക്ഷ്യബോധമുള്ള വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികളെ മറ്റു വ്യക്തികൾ നിർബന്ധപൂർവ്വം അവരുടെ ഒരു അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോഴും ഉണ്ട്. ഉം. അവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വനജ കളക്റ്റീവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് അർഹതയുള്ള രീതിക്ക് നമ്മളൊരു ഇടപെടലുകള് നടത്തും ഉറപ്പുവരുത്തും. എന്നുള്ള കാര്യത്തില് ഉറപ്പ് നൽകാൻ സാധിക്കുന്ന കാര്യമാണ്. അതെ. നമുക്ക് ഓൾറെഡി ക്രൈസിസ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ആം, എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ക്രൈസിസിൽ ഡീൽ ചെയ്യാന്നുള്ളത് കൃത്യമായി നമ്മൾ അത് ഞാനോ അല്ലെങ്കിൽ വനിതാ കളക്റ്റീവിലുള്ള മറ്റുള്ള ആൾക്കാരോ അല്ല ആര് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അത് സ്ട്രാറ്റജൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മളുടെ പോളിസി എന്നുള്ളത് ക്രൈസിസ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ആം, എന്താ പറയാ അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും അതിൽ മാറ്റം വരുത്തിയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് കൃത്യമായൊരു ധാരണ കിട്ടും എന്നുള്ളതാണ് എങ്ങനെയാണ് ഉം. വനജ ഇടപെടുന്നത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സമൂഹത്തില് തീർച്ചയായിട്ടും എന്താണ് സെക്ഷൽ ഹരാസ്മെന്റ്, അതല്ലെങ്കിൽ ഒരു റേപ്പ് എന്താണ്, അതല്ലെങ്കിൽ എന്റെ സെക്ഷുവാലിറ്റി എന്താണ്, ഇതൊക്കെ ശരിക്കും ഒരു ബോധവൽക്കരണം നടത്തേണ്ടതായിട്ടുണ്ടല്ലോ അല്ലേ? ഉറപ്പായിട്ടും. അതിനെ കുറിച്ച് എന്താണ്? കാരണം പല കുട്ടികൾക്കും യഥാർത്ഥത്തില് തങ്ങൾ അനുഭവിക്കുന്നത് ഒരു അനുഭവിച്ചത് റേപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ തങ്ങളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആണോ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്റെ സെക്ഷുവാലിറ്റി എന്താണ്, അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതെ. അത് ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് ഗാർഗിക്ക് പറയാനുള്ളത്? ആം, ഇപ്പോ ഒരു എന്താ പറയാ ഒരു കേരളത്തിൽ നിലവിലുള്ള ഒരു പൊതുസമൂഹത്തില് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച വളരെ കുറവാണ്. ആർക്കും അറിഞ്ഞുകൂടാ. ഇത് എങ്ങനെ ഇടപെടുന്നതാണ് ശരി, എങ്ങനെ ഇടപെടുന്നതാണ് ശരിയല്ലാത്തത്. ഇപ്പൊ ആകെ ഉള്ള റെഫറൻസ് എന്ന് പറഞ്ഞാല് ഈ മാസ് മീഡിയയും മോഹൻലാലിന്റെ സിനിമയൊക്കെയാണ്. അപ്പൊ അതെ. അതിനകത്തെന്ന് പറഞ്ഞാല് കടുത്ത സ്ത്രീ വിരുദ്ധതയും ജാതീയതയും നിറഞ്ഞു നിൽക്കുന്ന സ്പേസുകളാ. അപ്പം അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ശരിക്ക് ഏതെങ്കിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് ഇടപെടാൻ പോയാൽ അവൻ തല്ല് കിട്ടിയാലൊന്നും പറയാൻ പറ്റില്ല. അതത്രയ്ക്ക് എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ. ഉം. ഇപ്പം ആനിമൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷെ എനിക്കത് ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്നുള്ളത്. അതേപോലുള്ള സിനിമകള് അപ്പം നം ഈ തെറ്റായ രീതിയിൽ ഒരുപാട് പ്രൊപ്പഗണ്ട നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മളുടെ ഒരു ഇന്ത്യൻ കോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നമ്മള് എന്താണ് നീതി, എന്താണ് നമ്മൾ, എങ്ങനെയാണ് നമ്മൾ വയലൻസിനെ ഇല്ലാതാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ നമ്മൾ ഒരുമിച്ച്, സത്യം പറഞ്ഞാല് ഇവിടെയുള്ള മനുഷ്യരൊക്കെ ഒരുമിച്ച് കുറച്ചും കൂടി സ്നേഹത്തിൽ പരസ്പരം പെരുമാറിയിരുന്നെങ്കിലും നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് പക്ഷെ എല്ലാവരും ഹോപ്പ്ലെസ് ആണ്. ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ തന്നെയാണ് ഒരുവിധം ആൾക്കാർ പറയുന്നത് കേൾക്കുക. പക്ഷെ അങ്ങനെയല്ല, ചെയ്തു നോക്കിയാലല്ലേ അറിയാൻ പറ്റും. അപ്പം പിന്നെ അങ്ങനെ ചെയ്ത് നോക്കുന്നവര് കുറവാണ്. ചെയ്ത് നോക്കുന്നത് വേറെ രീതിയിൽ ഭയങ്കര റിസ്കിയുമാണ്. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ 42 വയസ്സിനുള്ളില് ഈ കേൾക്കാത്ത തെറിയും ഇതൊന്നും ഇല്ല. ഇതിങ്ങനെ ആഹ് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാ അറിയാം. 1 മില്യൺ വ്യൂസ് ആയ ഒരു പോസ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഡാൻസ് കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ നിരന്തരം
തെറിവിളി കേട്ടോണ്ടിരിക്കുക, നിരന്തരം ആഹ് എ വർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ആണ് ഇത്തരം വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല ഞാൻ പറയുന്നത്. യെസ്. ഒരുപാട് സ്ത്രീകൾ ഞാൻ എൻ്റെ അമ്മേന്റെ നമ്മളടക്കം ലൈഫ് എല്ലാവരും. അതെ, അമ്മേന്റെ ലൈഫ് കണ്ടാണ്. അപ്പം ഇങ്ങനത്തൊരു സാഹചര്യത്തില് നമ്മള് വളരെ വളരെ തീക്ഷ്ണമായി തന്നെ ഇതിനു വേണ്ടി വാദിച്ചേ പറ്റൂന്നാ ഞാൻ വിശ്വസിക്കുന്നത്. വളരെ തീക്ഷ്ണമായി തന്നെ ആം, എന്താ പറയാ, സ്നേഹത്തെക്കുറിച്ചും എമ്പതിയെക്കുറിച്ചും ഇത് ഒപ്രസ് കമ്മ്യൂണിറ്റീസിലുള്ള മനുഷ്യന്മാർക്കിടയിൽ ഇത് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും നമ്മൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആം, എന്താണ് സെക്ഷൽ ഹാരാസ്മെന്റ്, എങ്ങനെയാണ് ഒരു മനുഷ്യന് അവരുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ചോ ജെൻഡറിനെ കുറിച്ചോ തിരിച്ചറിവുണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ടർ പ്രൊപ്പഗണ്ട നടത്തേണ്ട സമയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കേൾക്കാതെ പോവും. അത്രയും ലൗഡായിട്ടാണ് ഇപ്പൊ ജയിലർ എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടി, ഇടി, കോമ്പറ്റീഷൻ, അവനെ ഞാൻ കൊന്നു, 30 ആളൊക്കെ ഇങ്ങനെ ഒരൊറ്റടിക്ക് വെട്ടിക്കൊല്ലുന്നു. അതെ. ഒരു മനുഷ്യജീവന് ഒരു ഒരു മനുഷ്യജീവന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇത് കണ്ട് പഠിക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? ഞാനൊരു ഹീറോ ആണെന്ന് ഞാനങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാല് 30 ആളെ കൊന്നാലും അതെ. കുഴപ്പമില്ല എന്നുള്ളൊരു മെസ്സേജല്ലേ കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള മെസ്സേജിങ്ങിന് പകരം കൗണ്ടർ മെസ്സേജിങ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ട സമയമാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ഒരുപാട് ആൾക്കാരുടെ ചെവിയിലെത്തുകയും ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.